പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിശുദ്ധവും പരിപാവനവുമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കിത്തന്ന നല്ലവനായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. നാം വീണ്ടും ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുമ്പോൾ എഫേസ്യ ലേഖനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം നമുക്ക് തരുന്ന ചില മനോഹരമായ ചിന്തകളും ചിത്രങ്ങളുമാണ് നാം കണ്ടത്. ഇന്ന് വീണ്ടും നാം പഠിക്കുമ്പോൾ കർത്താവ് തൻ്റെ സഭയെ ആഴമായി സ്നേഹിച്ചിട്ട് തൻ്റെ ശരീരമാകുന്ന സഭയുടെ മഹത്വത്തിനും അലങ്കാരത്തിനും വേണ്ടി സഭാമക്കളിൽ വിവിധങ്ങളായ ദാനങ്ങളെ നിറച്ചിരിക്കുന്നതായി വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് കൃപയാൽ നൽകിയിരിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. തൻ്റെ യാഗം മുഖാന്തിരം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവമക്കളായ തൻ്റെ ജനത്തിൽ ഓരോരുത്തരിലും കർത്താവായ യേശുക്രിസ്തു തൻ്റെ കൃപയുടെ അളവിനൊത്തവണ്ണം ദാനങ്ങളെ നിറച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും കർത്താവ് ദാനങ്ങളെ നൽകിയിട്ടുണ്ട്, കൃപാദാനങ്ങളെ നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് നൽകിയ ദാനമായിരിക്കില്ല മറ്റൊരാൾക്ക് നൽകിയത്. ഒന്നിലധികം ദാനങ്ങൾ ഒരുപക്ഷെ ചിലർക്ക് നൽകിയിട്ടുണ്ടാകാം. പക്ഷേ എല്ലാ ദാനങ്ങളും എല്ലാവരിലും ഉണ്ടാവുക പ്രയാസമാണ്. അങ്ങനെ ദാനങ്ങളാൽ എല്ലാവരെയും കർത്താവ് സമ്പന്നരാക്കിയിരിക്കുകയാണ്. തൻ്റെ സഭാഗാത്രത്തിലെ അവയവങ്ങൾ ഓരോന്നും സമ്പന്നമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഈ അലങ്കാരങ്ങളെല്ലാം സഭയുടെ അലങ്കാരങ്ങളാണ്. ഈ സമ്പന്നതകളെല്ലാം സഭയുടെ സമ്പന്നതകളാണ്. ഇതാണ് കർത്താവ് മനസ്സിലാക്കുന്നത്, കർത്താവ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും കർത്താവ് ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും എല്ലാ ദാനങ്ങളും നൽകിയിട്ടില്ല. ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ തന്നെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ. അതിൻ്റെ 3-ാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നത്, പ്രിയമുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നാണ്. മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാൻ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് അവനെ അപ്പോസ്തലൻ എന്ന് എബ്രായ ലേഖനം പരാമർശിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിന് വേണ്ടി സാധിച്ചെടുത്ത ക്രൂശിലെ യാഗം മൂലമുള്ള രക്ഷ ലോകം മുഴുവനും അറിയിക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം അയക്കപ്പെട്ടവരാണ് 12 അപ്പോസ്തലന്മാർ. അതുകൊണ്ട് അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നു. അവർ അയക്കപ്പെട്ടവരാണ്. അപ്പോസ്തലന്മാരാൽ പിൽക്കാലത്ത് ലോകത്തിൻ്റെ നാനാ കോണുകളിലേക്കും അയക്കപ്പെട്ടവരും അപ്പോസ്തല ഗണത്തിൽ അണിചേരാവുന്നവരാണ്. അകാലപ്രജയായി കർത്താവ് എന്നെയും വിളിച്ചിരിക്കുന്നു, ഞാനും അയക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെടുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ അയക്കപ്പെട്ടവനാണ്. ഈ കാലഘട്ടത്തിലും കർത്താവ് അപ്രകാരം അയക്കുന്ന ആളുകൾ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വിളി ലഭിച്ചവരും അതിനുള്ള കൃപാദാനമായി കിട്ടിയവരുമാണ്. പ്രിയപ്പെട്ടവരെ, ആരും അപ്പോസ്തലത്വം സ്വയമായി പ്രാപിക്കുന്നില്ല. അത് കൃപയാൽ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ്. കർത്താവ് ഈ ദാനങ്ങളാലാണ് സഭാമക്കളെ സമ്പന്നരാക്കിയിരിക്കുന്നത്. അപ്പോസ്തലത്വം കൃപാദാനം ആയി കർത്താവ് തന്നതാണ്. അത് ദാനമാണ്, കൃപയാൽ ലഭിച്ചതാണ്. അത് ഒരാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിനല്ല, അത് പിന്നാലെ പറയാം. അങ്ങനെ ഈ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുണ്ടാകാം, ഉണ്ട് എന്ന് തന്നെ വിവക്ഷിക്കുക. വീണ്ടും പറയുന്നു, ചിലരെ പ്രവാചകന്മാരായി നിയമിച്ചിരിക്കുന്നു. പ്രവാചകൻ എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ഹിതം ലോകത്തോട് പറയുന്നവൻ. പ്രവാചകൻ എന്ന വാക്കിൻ്റെ
ഒരർത്ഥം ദൈവത്തിൻ്റെ നാവ് എന്നാണെന്ന് മുൻപ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവനാണ് പ്രവാചകൻ. പ്രവാചകനെന്ന് കേൾക്കുമ്പോൾ ദീർഘദർശനം പറയുന്നവനെന്ന ഒരർത്ഥം അതിനുണ്ട്. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അത് വിളിച്ചു പറയുന്നവനാണ് പ്രവാചകൻ, പ്രവചനം പറയുന്നവൻ. അങ്ങനെയും അതിന് വ്യാഖ്യാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലരെ കർത്താവ് അങ്ങനെ നിയമിച്ചിരിക്കുന്നു. അതൊരു വ്യക്തി സ്വയം ആർജിക്കുന്നതല്ല. ഞാൻ പ്രവാചകനാണെന്ന് ഒരാൾ സ്വയം പറഞ്ഞാൽ ആ ആൾ പ്രവാചകനാകില്ല. ഇന്നയാൾ പ്രവാചകനാണെന്ന് വേറൊരാൾ പറഞ്ഞാലും ആകില്ല. കൃപയാൽ ദൈവം ദാനമായി നൽകുന്നതാണ്. അത് ആ ആളെ സമ്പന്നനാക്കുന്നുണ്ട്. ദൈവം ഒരാളെ പ്രവാചകത്വ ശുശ്രൂഷ നൽകി നിറച്ചിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിനു വേണ്ടിയാകണം, അത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയാകണം. കർത്താവ് ഒരാളെ അപ്പോസ്തലനായി തിരഞ്ഞെടുത്ത് കൃപയാൽ നിയമിച്ചിരിക്കുന്നുവെങ്കിൽ, ദാനത്താൽ നിറച്ചിരിക്കുന്നുവെങ്കിൽ അത് കർത്താവിന് വേണ്ടിയാകണം, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയാകണം. അല്ലാതെ വരുന്നത് കൃപാദാനമായി കിട്ടിയ ഈ ദാനങ്ങളെ അല്ലെങ്കിൽ ഈ അഭിഷേകങ്ങളെ സ്വാർത്ഥലാഭത്തിന് ഉപയോഗിക്കുന്നതായി മാറിപ്പോകും. കുറച്ചുകൂടി വ്യക്തമായി പിന്നീട് പറയാം. വേറെ ചിലരെ ഇടയന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. കൃപയാൽ ദാനമായി സ്വർഗം നൽകിയതാണ് ഇടയത്വ ശുശ്രൂഷ. ഭരണാധികാരമാണ് ഈ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തീയ സഭയിലെ ഇടയത്വം എന്ന് പറയുന്നത് പലസ്തീനായിലെ ആടുകളും ഇടയനും തമ്മിലുള്ള ആഴമേറിയ ഹൃദയബന്ധത്തോടാണ് യേശു ക്രിസ്തു ഉപമിച്ചിരിക്കുന്നത്. സ്വയം ഇടയനെന്ന് വിശേഷിപ്പിച്ചവനാണ് ക്രിസ്തു. ഞാൻ നല്ല ഇടയനും നിങ്ങൾ ആടുകളുമാകുന്നുവെന്നാണ് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ച നല്ല ഇടയൻ സഭയിൽ ചിലരെ ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു. ആരും ഇടയത്വം സ്വയം ആർജിക്കുന്നില്ല. അത് സ്വർഗത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്നതാണ്, കൃപയാൽ ലഭിക്കുന്ന ദാനമാണ്. എങ്കിലൊരു ഇടയൻ തൻ്റെ ഇടയത്വാഭിഷേകം ഉപയോഗിക്കേണ്ടത് സഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും മാത്രമാകണം, മറ്റൊന്നിനു വേണ്ടിയും ആയിക്കൂടാ എന്ന തിരിച്ചറിവുണ്ടാകണം. വീണ്ടും പറയുന്നു, വേറെ ചിലരെ സുവിശേഷകന്മാരായി നിയമിച്ചിരിക്കുന്നു. സുവിശേഷകന്മാരായി ആരും സ്വയം അവരോധിക്കുന്നില്ല. സ്വയം ആർജിക്കാവുന്ന ഒരു പദവിയല്ലത്. കൃപയാൽ ദാനമായി സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് സുവിശേഷക സ്ഥാനം. ഒരാളെ സുവിശേഷകനായി കർത്താവ് നിയമിച്ചുവെങ്കിൽ ആ ആൾ കർത്താവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യണം, സഭയ്ക്കു വേണ്ടി സുവിശേഷ വേല ചെയ്യണം. ഈ രണ്ട് മാനദണ്ഡമല്ലാതെ മൂന്നാമതൊരു മാനദണ്ഡം ആ ആളുടെ ശുശ്രൂഷയ്ക്ക് ഇല്ല, ഉണ്ടായിക്കൂടാ. കർത്താവിന് വേണ്ടിയും സഭയ്ക്കു വേണ്ടിയും. അതാണ് തിരിച്ചറിയേണ്ടത്. ഇനിയും പറയുന്നു, അഞ്ചാമത് ചിലരെ ഉപദേഷ്ടാക്കളായി നിയമിച്ചിരിക്കുന്നു. കൃപയാൽ ദാനമായി കൊടുത്ത പദവിയാണ് ഉപദേഷ്ടാക്കൾ. എല്ലാവർക്കും ഉപദേഷ്ടാക്കളാകാനുള്ളതായ യോഗ്യതയില്ല. ഒരാൾ സ്വയം ഞാൻ ഉപദേഷ്ടാവാണെന്ന് പറഞ്ഞാൽ ആകില്ല. ദൈവം ചിലരെ പാണ്ഡിത്യം കൊണ്ട് നിറയ്ക്കുന്നു, ചിലരെ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ത്രാണിയുള്ളവരാക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കർത്താവ് ഉന്നതമായ ഉപദേഷ്ടാക്കളാക്കി മാറ്റുന്നു. അവർ ഉപദേഷ്ടാക്കളായി തങ്ങൾക്ക് ലഭിച്ച പദവി വിനിയോഗിക്കേണ്ടത് കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുമായിരിക്കണം, മറിച്ച് മറ്റൊന്നിനും വേണ്ടി അത് ഉപയോഗിക്കപ്പെട്ടുകൂടാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നൽകിയത് കർത്താവാണ്. ഈ പദവികൾ, ഈ ദാനങ്ങളൊക്കെ കർത്താവ് നൽകുന്നത് സഭയ്ക്ക് വളർച്ചയുണ്ടാകാൻ വേണ്ടിയാണ്, സഭയെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അതവിടെ തുടർന്ന് വളരെ കൃത്യതയോടെ മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാകും. എന്തിനാണ് ഇപ്രകാരം ദാനങ്ങളെ ദൈവം നിറച്ചത്? ഉത്തരം, നാം എല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ പൂർണ്ണതപ്പെടേണ്ടതിന്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ പൂർണ്ണതപ്പെടേണ്ടതിന്. തീർന്നിട്ടില്ല. വിശുദ്ധന്മാരുടെ പൂർത്തീകരണത്തിന് അഥവാ യഥാസ്ഥാനപ്പെടലിനും മശിഹായുടെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനാണ്
ഇങ്ങനെ ദൈവം ആളുകളെ കൃപാദാനങ്ങളാൽ നിറച്ചത്. നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ഇവിടെ ചോദ്യം വീണ്ടും ഉയരുകയാണ്. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്യേണ്ടത്? തങ്ങൾ ഉൾപ്പെടെയുള്ള സഭാമക്കളെല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ പൂർണ്ണതപ്പെടേണ്ടതിനു വേണ്ടി വിശുദ്ധന്മാരുടെ പൂർത്തീകരണത്തിനും അഥവാ യഥാസ്ഥാനത്തിൽപ്പെടലിനും മശിഹായുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അതാണ് അപ്പോസ്തലന്മാരെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. ചിലരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തതിലെ ദൈവിക ലക്ഷ്യം. ഇനിയും പ്രവാചകന്മാരുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? ഉത്തരം ഇത് തന്നെയാണ്. സഭാമക്കളെല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ പൂർണ്ണതപ്പെടേണ്ടതിന് വേണ്ടി വിശുദ്ധന്മാരുടെ പൂർത്തീകരണത്തിന് അഥവാ യഥാസ്ഥാനപ്പെടലിനും മശിഹായുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനത്രേ ദൈവം ചിലരെ പ്രവാചകന്മാരായി നിയമിച്ചിരിക്കുന്നത്, അഭിഷേകം ചെയ്തിരിക്കുന്നത്, അവർക്ക് ആ ദാനം നൽകിയിട്ടുള്ളത്. ഇടയന്മാരുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇടയന്മാർ ശുശ്രൂഷ ചെയ്യേണ്ടത്? ഉത്തരം മറ്റൊന്നല്ല, അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. സഭാമക്കൾ, തങ്ങൾ ഉൾപ്പെടെയുള്ള സഭാമക്കൾ എല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ പൂർണ്ണതപ്പെടേണ്ടതിന് വിശുദ്ധന്മാരുടെ പൂർത്തീകരണത്തിനും അഥവാ യഥാസ്ഥാനപ്പെടലിനും മശിഹായുടെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനത്രേ ഇടയന്മാരെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടയത്വത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം അത് തന്നെയാണ്. നാലാമത് ചോദിക്കുന്നു, സുവിശേഷകന്മാരുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? മറ്റൊരു ലക്ഷ്യമില്ല. ഉത്തരം ഇത് തന്നെയാണ്, ആവർത്തിക്കപ്പെടണം. ഇത് ഇത്തിരി ഗഹനമായതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. തങ്ങൾ ഉൾപ്പെടെയുള്ള സഭാമക്കളെല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ പൂർണ്ണതപ്പെടേണ്ടതിനും വിശുദ്ധന്മാരുടെ പൂർത്തീകരണത്തിനും അഥവാ യഥാസ്ഥാനപ്പെടലിനും മശിഹായുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പൂർണ്ണതയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനത്രേ ഒരു സുവിശേഷകൻ്റെ ശുശ്രൂഷ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയാണ് ഒരു സുവിശേഷകൻ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. അഞ്ചാമത്, ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷയ്ക്കും വേറെ ലക്ഷ്യമൊന്നുമില്ല. ഈ പറഞ്ഞത് തന്നെയാണ് ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷയുടെയും ആത്യന്തിക ലക്ഷ്യം. തങ്ങൾ ഉൾപ്പെടെയുള്ള സഭാമക്കളെല്ലാവരും വിശ്വാസത്താലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ പൂർണ്ണതപ്പെടേണ്ടതിനു വേണ്ടി വിശുദ്ധന്മാരുടെ പൂർത്തീകരണത്തിനും അഥവാ യഥാസ്ഥാനപ്പെടലിനും മശിഹായുടെ വളർച്ചയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഈ ശുശ്രൂഷകരെല്ലാവരും ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി, എല്ലാവരും യേശു ക്രിസ്തുവിൽ പൂർണ്ണമാക്കപ്പെടുവാൻ വേണ്ടി, വിശുദ്ധന്മാരെല്ലാവരും യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, വിശ്വാസികളെല്ലാവരും ക്രിസ്തുവാകുന്ന തലയോളം വളർന്നെത്തേണ്ടതിന് വേണ്ടി കൃപയാൽ തങ്ങൾക്ക് ലഭിച്ച ദാനങ്ങളെ വിനിയോഗിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ വിധത്തിൽ എല്ലാവരും തങ്ങൾക്ക് ലഭിച്ച ദാനങ്ങളെ വിനിയോഗിച്ചു എങ്കിൽ കർത്താവ് തൻ്റെ സഭയെക്കുറിച്ച് സമ്പന്നമായ സഭ എന്ന് മനസ്സിലാക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ വിമർശനമാണെന്നോ ഏതെങ്കിലും വിധത്തിലുള്ളതായ കുറ്റപ്പെടുത്തലാണെന്നോ ആർക്കും തോന്നാതിരിക്കട്ടെ. പറയുന്ന കാര്യങ്ങൾ പച്ചയ്ക്കും യാഥാർത്ഥ്യബോധത്തോടെയും പറയണമല്ലോ. അവരവർക്ക് കിട്ടിയ കൃപാദാനങ്ങൾ ഉപയോഗിച്ച് ചിലർ സ്ഥാനങ്ങളും മാനങ്ങളും ഉറപ്പിക്കുന്നു. വേറെ ചിലർ സ്വയം വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ച്
ആരാധനാപാത്രമാക്കി തീർത്ത് ആൾ ദൈവങ്ങളായി വാഴുന്നു. വേറെ ചില ആളുകൾ തങ്ങൾക്ക് കിട്ടിയ ദാനങ്ങളെ തെറ്റായി വിനിയോഗിച്ച് ധനസമ്പാദനം നടത്തുന്നു. വേറെ ചില ആളുകൾ സ്വന്തമായി സഭകളെ സ്ഥാപിക്കുന്നു. ദൈവം കൊടുത്ത ദാനമാണ്. ഇനിയും ചില ആളുകൾ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് തങ്ങൾക്ക് ലഭിച്ച വരദാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനൊന്നും വേണ്ടിയല്ല ഈ വരദാനങ്ങളെ ദൈവം ഓരോരുത്തരിലും നിറച്ചിരിക്കുന്നത്. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ലഭിച്ച ദാനങ്ങൾ ഉപയോഗിച്ച് സഭയെ വളർത്തണം. സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. എല്ലാവരെയും ക്രിസ്തുവാകുന്ന തലയോളം വളർത്താൻ വേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധന്മാരുടെ വിശുദ്ധത പൂർണ്ണമാകുവാൻ വേണ്ടി പരിശ്രമിക്കണം. ഇതാണ് സഭാമക്കൾ ലഭിച്ച വരദാനങ്ങളാൽ തങ്ങളുടെ ശുശ്രൂഷയായി കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിലൂടെ അടിവരയിടുന്നു. ഇതൊരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ആധുനിക കാലത്ത് വലിയ അപജയമായി മാറുന്നുണ്ട്. ദൈവം കൃപയാൽ തിരഞ്ഞെടുത്ത് ദാനങ്ങളാൽ നിറച്ച ആളുകളിൽ പലരും തങ്ങൾക്ക് ലഭിച്ചതായ ആ വലിയ ദാനം പദവി എന്ന നിലയിൽ കാണുകയും യോഗ്യതയായി എണ്ണുകയും മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുകയും സമൂഹത്തെ അവണ്ണം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് സമൂഹത്തിൽ നിന്നും മാറി നടക്കുകയോ സഭയ്ക്ക് പ്രയോജനമില്ലാത്തവരായി തീരുകയോ തങ്ങളെ തന്നെ ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കുകയോ സ്ഥാനമാന മഹിമകൾക്കത് മുഖാന്തരമാക്കുകയോ സ്വയം ആൾ ദൈവങ്ങളായി മാറുകയോ മാറ്റുകയോ പ്രതിഷ്ഠിക്കുകയോ ആരാധനാപാത്രങ്ങളായി സ്വയം തീരുകയോ തങ്ങളിലേക്ക് എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയോ ആദായ സൂത്രമാക്കി മാറ്റുകയോ ഭിന്നിപ്പും കലഹവും ഉണ്ടാക്കാൻ ഈ വരദാനങ്ങളെ അല്ലെങ്കിൽ ഈ കൃപാദാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വയമായി സഭകൾ സ്ഥാപിച്ചുകൊണ്ട് തങ്ങളതിൻ്റെ എല്ലാമാണെന്ന് വരുത്തി തീർക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് കൃപയാൽ നൽകിയ ദാനത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റുകയോ ലാഭസൂത്രമാക്കി തീർക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ളതായ ദുഷ്ടമായ ലാക്കോടുകൂടി വിനിയോഗിക്കുകയോ ചെയ്യുന്ന അപജയം സഭാഗാത്രത്തെ വല്ലാതെ തകർത്തിട്ടുണ്ട്. അത് നാം ഇനിയും തിരിച്ചറിയേണ്ടതാണ്. അടങ്ങി ഒതുങ്ങി നിൽക്കാനോ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാനോ വിനയത്തോടെ നിൽക്കാനോ താഴ്മയോടെ നിൽക്കാനോ ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ കഴിയുന്നില്ല. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ ദാനങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് നിലപാടാണ് ഞാൻ എടുക്കേണ്ടത്? ആളുകളെ വരുതിക്കുള്ളിൽ നിർത്താൻ ഏറ്റവും എളുപ്പമായ മാർഗം അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. പേടിപ്പിച്ചാൽ ആളുകൾ വരുതിക്കുള്ളിൽ നിൽക്കും. അതുകൊണ്ട് പഴയ നിയമകാലത്ത് നേതൃസ്ഥാനം കൈയാളിയവരെല്ലാം നിയമം കാണിച്ച് ജനത്തെ പേടിപ്പിച്ച് വരച്ചവരയിൽ നിർത്തി. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, കൃപാദാനം കിട്ടിയ പലരും തങ്ങൾക്കുള്ള ദാനങ്ങൾ വെച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്നത് വലിയ ഒരു അപകടമാണ്. ചില ആളുകളെങ്കിലും ജനത്തെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കിന് എതിര് പറയുകയോ അദ്ദേഹം പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ ചോദ്യം ചെയ്യുകയോ അദ്ദേഹം തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടത് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ അത് വലിയ ശാപത്തിന് കാരണമാകുമെന്ന്, കുടുംബം നശിച്ചു പോകുമെന്ന്, തലമുറ നശിച്ചു പോകുമെന്ന്, ആക്സിഡൻറ്റ് സംഭവിക്കുമെന്നൊക്കെ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇങ്ങനെ പലയിടത്തും ഇരുന്ന പല ആളുകളും സ്വയം ദൈവത്തെക്കാൾ ഉന്നതരായി അവരോധിച്ചുകൊണ്ട് അവർ പറയുന്ന ഓരോ വാക്കും ദൈവിക അരുളപ്പാടാണെന്ന് ജനത്തെ അന്ധമായി വിശ്വസിപ്പിച്ച് ഈ ജനത്തെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് വലിയ റാക്കറ്റുകളായി പ്രവർത്തിക്കുമ്പോൾ ആത്മീയതയിലെ അത്യന്തം ഭയാനകമായ അപകടം ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയപ്പെടാതെ പോയി കൂടാ പ്രിയപ്പെട്ടവരെ. ഇത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ജനം സാധുക്കളാണ്. പാവപ്പെട്ട ജനം പലപ്പോഴും എന്ത് ചെയ്യേണ്ടുവെന്ന് നിശ്ചയമില്ലാത്തവരാണ്. ഭയം ഉള്ളിൽ തട്ടുമ്പോൾ ആ ഭയം വെച്ചുകൊണ്ടാണ് വേറെ ചിലർ ആളുകളെ മുതലെടുക്കുന്നത്. രോഗം വരുമ്പോഴാണല്ലോ വൈദ്യനെ തേടി പോകുന്നത്. ഭയമുള്ളിൽ തട്ടുമ്പോഴാണ് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. കൃപാദാനങ്ങൾ ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ചിലർ
പ്രവാചകന്മാരെന്ന റോളിലിരുന്ന ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ്. ഒരു ഭയവുമായിട്ട് വരുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അവരുടെ തലമേൽ കൂടുതൽ ഭയം കോരിയിടുകയാണ്. നിനക്കാരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന്, നിൻ്റെ പേരിലാരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്ന്, നിനക്കാരോ ദോഷം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്, നിൻ്റെ പിന്നിലൊരു ദുഷ്ടശക്തി നിന്നെ വേട്ടയാടാൻ പിന്തുടരുന്നുണ്ടെന്ന് പറഞ്ഞങ്ങ് പേടിപ്പിക്കുക. പ്രവാചകവരമുണ്ടെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ സ്വയം പ്രഘോഷിച്ച ഒരാളെക്കുറിച്ച് ജനത്തിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം തോന്നിയിട്ടാണല്ലോ ആ ആളോട് ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുന്നത്. ഉടനെ അയാളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ തീ കോരിയിടുകയാണ്. എന്നിട്ട് പിന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവർ തന്നെ വഴി കണ്ടെത്തുകയാണ്. തന്ത്രപരമായ ചില വഴികളാണ്. ഞാനൊന്ന് വന്ന് നോക്കട്ടെ, ഇങ്ങനെയുള്ള ചില ആളുകൾ ചെന്ന് നോക്കിയാൽ എല്ലാം കാണുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ ഇങ്ങനെ വരമുള്ളവരുണ്ട്. ആ വരം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ജനത്തെ ക്രിസ്തുവിലെത്തിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. അത് വ്യക്തമായി വളരെ വിശുദ്ധരായി ജീവിക്കുന്ന, ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ, യാതൊരു പോസ്റ്ററോ ബാനറോ ഒന്നും വയ്ക്കാതെ ഒതുങ്ങിക്കൂടി കഴിയുന്ന വിശുദ്ധരായ ചില മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചല്ല ഇത് പറയുന്നത്. സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കി നാട്ടുകാരെ ആകർഷിക്കുന്ന ചില കച്ചവട ലാക്കുള്ള ആളുകളെക്കുറിച്ചാണ്, ആത്മീയതയെ കച്ചവടം ചെയ്യുന്നവരെക്കുറിച്ചാണ് നമ്മളത് ബോധ്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ ആളുകൾ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് പിന്നെ അവിടെ ഒരു പ്രകടനമാണ്. വീട്ടിൽ താമസിക്കാൻ കൊള്ളില്ല, ഈ സ്ഥലത്തിന് ദോഷമുണ്ട്. ഈ ഗുണവും ദോഷവും ഒക്കെ നിർണ്ണയിക്കുന്നത് കൃപയാൽ ദാനമായി ചില ശക്തികൾ അല്ലെങ്കിൽ ചില യോഗ്യതകൾ കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ എല്ലായിടവും കർത്താവിൻ്റെ സൃഷ്ടിയാണ്. ഒരിടം ദൈവനാമത്തിൽ അധികാരമുള്ള ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ശുദ്ധീകരിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും. എന്ത് ദോഷമുണ്ടെങ്കിലും ആ സ്ഥലത്ത് നിന്ന് ആ ദോഷം മാറും. അങ്ങനെ വരദാനമുണ്ടെന്ന് അവകാശപ്പെടുന്നവർ അവിടെ ചെന്നിട്ട് ആ സ്ഥലത്തിൻ്റെ ദോഷം നീക്കിക്കൊടുക്കുകയാണ് വേണ്ടത്. അത് നീക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ അശക്തരാണ്, അവർ ചതിയന്മാരാണ്, അവർ കള്ളന്മാരാണ്, അവർ ജനത്തെ കബളിപ്പിക്കുകയാണ്. വസ്തു വിൽപ്പിക്കുന്നു, അത് വളരെ നഷ്ടം വരുത്തുന്ന ഒരു വിലയ്ക്ക്. എന്നിട്ട് അവരെ വേറൊരിടത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്ന എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. ഈ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന മറ്റേ ഇടമുണ്ടല്ലോ, അവിടെ നിന്നും ഇതുപോലെ ഒരാളെ പേടിപ്പിച്ച് ഇറക്കി വിട്ടതാണ്. അവിടെയും അന്ന് അയാളുടെ പ്രശ്നം ഈ സ്ഥലത്ത് താമസിക്കാൻ കൊള്ളില്ല എന്നുള്ളതായിരുന്നു. അവരെ കറക്കി തിരിച്ച് ഇയാളെ ഇറക്കിവിട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ബിസിനസ് നടക്കുന്നുണ്ട്. ആത്മീയതയിൽ നാം ഇനിയും കാണാത്ത ഒരുപാട് മേഖലകളുണ്ട്, പൊള്ളത്തരങ്ങളുണ്ട്. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തതയോടെ നാം തിരിച്ചറിയണം. അപ്പോൾ കർത്താവ് സഭയെ സമ്പന്നമാക്കിയത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ സഭ വളർന്ന് പൂർണ്ണതപ്പെടേണ്ടതിനാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടലിന് വേണ്ടിയാണ്. ആയതിനു വേണ്ടിയാണ് കൃപയാൽ ദാനം കിട്ടിയ എല്ലാ സ്ഥാനങ്ങളും കഴിവുകളും അത് ലഭിച്ചവർ വിനിയോഗിക്കേണ്ടത്. ഇത് വ്യക്തതയോടെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. ഇതിങ്ങനെ ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഇവണ്ണം ഈ വാക്കുകൾ സംസാരിക്കേണ്ടി വരുന്നത്. എന്നെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തുവെങ്കിൽ, നിയോഗിച്ചുവെങ്കിൽ അത് എന്തിനു വേണ്ടി എന്ന ബോധം അതെന്നെ ഭരിക്കണം. അപ്പോഴേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയൂ. ദൈവമക്കളെ, എല്ലാവരും ആ വിധത്തിൽ ചിന്തിക്കുന്നവരാകണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വിവേകത്തോടെ വിലയിരുത്തുന്നവരാകണം. അങ്ങനെ ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് പ്രാപിക്കണം. കർത്താവ് വരങ്ങളാൽ നിറച്ചവരൊക്കെ ആ വരങ്ങൾ ഉപയോഗിക്കേണ്ടത് കർത്താവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും മാത്രമാകണം. മറ്റൊന്നിനും വേണ്ടി, സ്വയം ആളാകാൻ വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ യോഗ്യതയ്ക്ക് വേണ്ടിയോ ഒന്നും ഈ വരദാനങ്ങളൊന്നും വിനിയോഗിക്കാതിരിക്കട്ടെ. അപ്പോഴെല്ലാവരും സഭയ്ക്കുള്ളവരായി മാറും, എല്ലാവരും കർത്താവിനുള്ളവരായി മാറും. സഭ ഒന്നടങ്കം ക്രിസ്തുവിൽ ഒന്നായിത്തീരും. സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടാകും. ക്രിസ്തുവാകുന്ന പരിപൂർണനിൽ സഭ പൂർണ്ണതപ്പെടാനിട വരുത്തും. എല്ലാ വിശുദ്ധന്മാരും യഥാസ്ഥാനപ്പെടും. എല്ലാവരുടെയും വിശ്വാസത്തിന് തീക്ഷ്ണമായ വളർച്ചയുണ്ടാകും. സഭ എന്നത് കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ ശരീരമെന്ന നിലയിൽ, ക്രിസ്തുവാകുന്ന തലയുടെ ഉടൽ എന്ന നിലയിൽ എത്രമാത്രം ശ്രേഷ്ഠതയുള്ളതായിട്ട് മാറും. ഇതാണ് സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിലയിരുത്തലെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ
കർത്താവ് സഭയെ സമ്പന്നമാക്കിയ വിധം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിപ്പാനും ചിട്ടപ്പെടുത്തുവാനും നമുക്ക് ലഭിച്ചതായ എല്ലാ യോഗ്യതകളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കുവാനും ഇടവരണം. ആയതിന് ഈ സന്ദേശം ഇടവരുത്തട്ടെ. വിവേകപൂർവമായ വിലയിരുത്തലിന് ഈ സന്ദേശം നമുക്ക് ഇടവരുത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർ ചിന്തകൾ പിന്നാലെ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് വളരെ ഗഹനമായ ചില പാഠങ്ങൾ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. എഫേസ്യ ലേഖനത്തിലൂടെ കർത്താവെ അവിടുന്ന് സഭയുടെ ഭാവിയെക്കുറിച്ച് കണ്ട വലിയ കാഴ്ചപ്പാട് കാര്യകാരണസഹിതം ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കളായും തിരഞ്ഞെടുത്ത് കൃപയാൽ ദാനം കൊടുത്ത് നിറച്ച് അവർ മുഖാന്തരം ഈ സഭ പണിയപ്പെടുവാനും ഇത് വളരുവാനും ക്രിസ്തുവിൻ്റെ പരിപൂർണതയിൽ എല്ലാവരും പൂർണ്ണതപ്പെടുവാനും വിശുദ്ധന്മാരെല്ലാവരും അവരുടെ വിശുദ്ധിയുടെ പരിപൂർണതയിലെത്തുവാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഒരുമിപ്പിൻ്റെ ഐക്യതയിൽ എല്ലാ പൂർണ്ണതയും പ്രാപിപ്പാനും ഇടവരണമെന്ന് വിഭാവനം ചെയ്യുകയും അതിനുവേണ്ടി സഭയെ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, അവിടെ നൽകിയ എല്ലാ ദാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ബോധ്യത്തോടെ വിനിയോഗം ചെയ്യുവാൻ, അങ്ങനെ തിരുമുമ്പിൽ യോഗ്യതയോടെ നിൽപ്പാൻ, സഭയെ കർത്താവ് കണ്ട അതേ കാഴ്ചപ്പാടിൽ പരിപൂർണതയിലെത്തിപ്പാൻ ഞങ്ങളെല്ലാവോളം ശ്രമിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ശക്തീകരിക്കണം. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. നല്ല ദൈവമേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody